നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ, കോട്ടയം വാകത്താനം. ഒരു പുതിയ വാദ്യത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. ഒരു ഫസ്റ്റ് ക്വാളിറ്റി മൃദംഗം, ഫുള്ള് ആർട്ട് വർക്കെല്ലാം ചെയ്തുകൊണ്ട് ഒരു വാദ്യമാണ് ഇത്. എച്ച് കട്ടയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ സൈസ് തക്കിൻ്റെ സൈസാണ്. 24 ഇഞ്ച് നീളമുണ്ട്, തക്കിൻ്റെ അതേ ഹൈറ്റും തക്കിൻ്റെ സെയിം വണ്ണമുണ്ട്. 37 ഇഞ്ച് വണ്ണമുണ്ട്. പക്ഷേ 6.25 ഇഞ്ച് വായുവട്ടം, 7.25 ഇഞ്ച് വായുവട്ടമാണ് ഉള്ളത്. കറക്റ്റ് ലെഫ്റ്റിൻ്റെ ഭാവിച്ച് തന്നെ. പക്ഷേ ഹൈറ്റും വണ്ണവും വന്ന് തക്കിൻ്റെയാണ്. അത് കാരണം വെച്ചാൽ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, കാരണം വെച്ചാൽ വായിക്കുമ്പോഴത്തേക്കിനൊരു ഒരു സുഖമുണ്ടാകും. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ തക്ക് കെട്ട വായിച്ചിട്ട് പിന്നെ ഈ 22 ഇഞ്ചിൻ്റെ 22 ഇഞ്ചിൻ്റെ എച്ച് വായിക്കുമ്പോഴത്തേക്കിന് ഒരു ചെറിയൊരു പ്രയാസം ചിലർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ തക്ക് വെച്ചും വായിക്കുമ്പോഴത്തേന് നമുക്ക് ആ ഒരു മാറ്റം തോന്നില്ല. ടോണിലെ മാറ്റം തോന്നുള്ളൂ, വാദ്യത്തിൻ്റെ സൈസിലൊരു മാറ്റം തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത വർക്കാണിത്. ഇത് ഏറ്റവും ഹൈ ക്വാളിറ്റി മൃദംഗമാണ്. ഇതിൻ്റെ കട്ടയാണെങ്കിലും ഈ വർക്കാണെങ്കിലും ഒരു ഹൈ ക്വാളിറ്റി മൃദംഗം, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മൃദംഗമാണിത്. ഇത് വാങ്ങിച്ചത് കേരളത്തിലുള്ളൊരു ടോപ്പ് പ്ലെയറാണ്, PV അനിൽകുമാർ വടകര. അനിൽച്ചേട്ടന് വേണ്ടി ചെയ്ത വാദ്യമാണ്. ഞാൻ അദ്ദേഹമായിട്ട് അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. ഞാൻ പുള്ളിക്കൊണ്ട് ഞാൻ ആദ്യം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അനിൽച്ചേട്ടൻ്റെ മോള സൂര്യഗായത്രി, വോക്കലിസ്റ്റ്, ഭയങ്കര ഗ്രേറ്റ് സിംഗറാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അവർക്ക് കൂടുതലും പ്രോഗ്രാംസ് എല്ലാം ദുബായിലും US ലൊക്കെയാണ്. അപ്പോൾ വെയ്റ്റ്ലെസ് ആയിട്ട് ചെയ്യിച്ചാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മോള് പാടുന്ന G ഷാർപ്പൊക്കെ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യിച്ച വളരെ വെയ്റ്റ്ലെസ് മൃദംഗമാണ്. ഇതിങ്ങനെ പൊക്കിയെടുക്കുന്നതല്ലേ. വുഡാണ്, പക്ഷേ പ്ലാവിൻ്റെ വുഡാണ്, പക്ഷേ വളരെ വെയ്റ്റ്ലെസ്സാണ്. അപ്പം ഇത്രയും ഒരു ഹൈ ക്വാളിറ്റി മൃദംഗം, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മൃദംഗത്തിൻ്റെ ഒരു ഓർഡർ തന്ന അനിൽച്ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അതിലുപരി അദ്ദേഹത്തിന് വേണ്ടി ഒരു 5 മൂട്ടിൻ്റെ ഓർഡറുണ്ട്. അദ്ദേഹം നെക്സ്റ്റ് മാർച്ചിൽ 4-ാം തീയതി US പോകുന്നു. അപ്പോൾ ഞാനിപ്പോൾ 1-ാം തീയതി പുള്ളിക്കാരൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് 5 മൂട്ട് ഇവിടെ ഞാൻ അടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കട്ടയിൽ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ പോകുന്നുണ്ട്. ഇതിപ്പം ഉടനെ ഞാനിപ്പോൾ വായിക്കുന്നതായിരിക്കും ആദ്യം. അപ്പോൾ അങ്ങനെ ഒരു വർക്ക് കൂടെ തന്നിട്ടുണ്ട്. പിന്നെ ഈ ആർട്ട് ഇതെല്ലാം ഇതിൻ്റെ ഏറ്റവും ഇതിൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, കട്ട ചെയ്യുന്ന വേറെ ഒരാളാണ്. പിന്നെ ആർട്ട് വർക്ക് ചെയ്യുന്ന 2 പേരാണ്. എൻ്റെ അനിയനും എൻ്റെ സുഹൃത്തും ഒരാളുണ്ട്. പിന്നെ മൂട്ട് ചെയ്യുന്ന ഞാനുണ്ട്, എൻ്റെ ശിഷ്യനുണ്ട്, എൻ്റെ പാപ്പയുണ്ട്. ഞങ്ങൾ അങ്ങനെ കുറേ പേരുണ്ട് വർക്കുകൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇതെല്ലാം എൻ്റെ വർക്ക്ഷോപ്പിൽ നിന്നാണ് എല്ലാം വർക്ക് ഇറങ്ങിപ്പോകുന്നത്. അല്ലാണ്ട് ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി എൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇതൊരു PU പെയിൻ്റാണ്. PU ഞാൻ ഏറ്റവും ഹൈ ക്വാളിറ്റി പെയിൻ്റാണിത്. നമ്മൾ പോളിഷ് അല്ലാതെ ഇത് ഫുള്ള് ഗണ്ണ ചെയ്യുന്ന വർക്കാണ്. ഇതിൻ്റെ വാറണ്ടി ഒന്നും അല്ലെങ്കിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ കട്ട എത്ര വർഷം ഉണ്ടോ അത്രയും വർഷവും ഈ വർക്ക് ഉണ്ടായിരിക്കും. നിങ്ങളിത് മാന്തിയാലൊന്നും ഒന്നും ആകത്തില്ല. നിങ്ങൾ ശരിക്കും നമ്മൾ ഒരു കാറിനൊക്കെ ഇന്നോവ വണ്ടിക്കൊക്കെ ചെയ്യുന്ന അതേ ക്വാളിറ്റി പെയിൻ്റാണ്, PU ആണിത്. ഇതെല്ലാം ഗണ്ണ് വെച്ച് ചെയ്യുന്നതാണ്. നമ്മളിതിപ്പം ഇതെല്ലാം പോറിന് വരുത്തുന്നത് നമുക്ക് വലിയ കത്തി കൊണ്ടോ അല്ലെങ്കിൽ വലിയ ആണി കൊണ്ടോ ഒക്കെ ഇങ്ങനെ വരഞ്ഞ് വിട്ടാൽ വരുന്നത്. അല്ലാതെ ഒന്നും ആകത്തില്ല, ഒരു സ്ക്രാച്ചും വരത്തില്ല. പിന്നെ കട്ടയാണെങ്കിൽ പോലും ഭയങ്കര ഹൈ ക്വാളിറ്റി കട്ട, ഒട്ടും വെള്ളമില്ല, ഫുള്ള് കാതലാണ്. ഞാൻ ഈ വർക്കിന് മുമ്പോട്ട് തന്നെ ഞാൻ അനിൽച്ചേട്ടന് ഇതിൻ്റെ ഈ കട്ടയുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു കൊടുത്താണ്. അതല്ല പിന്നെ നമ്മൾ കളർ അടിച്ചിട്ട് ഡാമേജ് മറിച്ചെന്ന് പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. ഇനി സപ്പോസ് ഇനിയിപ്പോൾ നാളെ ഒരിക്കലും ഇപ്പം തടിയാണ്, ഇപ്പോൾ എന്ത് സംഭവിക്കാം, ചെറിയൊരു ഇപ്പം കാലാവസ്ഥ കൊണ്ടൊക്കെ
ഇപ്പോൾ തന്നെ ഇവിടെ ഈ MD കട്ടയൊക്കെ എൻ്റെ വീടിൻ്റെ വെളിയിൽ വെച്ച കട്ടകളൊക്കെ ഇഷ്ടംപോലെ കട്ട ഇങ്ങനെ വിരിയുന്നുണ്ട്. കാരണം അതുപോലത്തെ ചൂടും വെയിലും അല്ലേ. അപ്പോൾ അങ്ങനെ സപ്പോസ് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് വന്നെങ്കിൽ രണ്ടാമത് ഇട്ടൊക്കെ മാറാൻ പറ്റുകയും ചെയ്യും. അതൊന്നും പ്രശ്നമുള്ള കേസേ അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്. എനിക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യാനായിരിക്കും താല്പര്യം വർക്കുകൾ അങ്ങനെ. പിന്നെ ഈ ഒരു വർക്ക് കാണപ്പോലും ഇത് അനിശ്ചരം പറഞ്ഞാൽ അതായത് ഒരു ഡിവോഷണൽ ടച്ചിലുള്ള വർക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ്റെ പടം വരച്ചത്. ഇവിടെ ഒരു വേറെ ആർട്ട് കൊണ്ട് ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചുള്ള സംഗതി ചെയ്തത്. ഇതൊരു PU പെയിൻ്റ് ആയതുകൊണ്ട് പിന്നെ ഇതിന് യാതൊരു ഡാമേജും വരത്തില്ല. അത് ഇതിൻ്റെ പോളിഷിൻ്റെ ഗ്ലേസിംഗ് ഒന്നും പോകത്തില്ല. പിന്നെ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ക്ലിയറിൻ്റെ ഒരു ഗ്ലേസിങ് കുറയും. അത് നമ്മൾ കാറൊക്കെ പോളിഷ് ചെയ്യുന്നത് തന്നെ വീണ്ടും ഒരു ക്ലിയർ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേ എഫക്റ്റ് തന്നെ കിട്ടും. അത് എപ്പോഴെങ്കിലും മൂട്ട് മാറാൻ തരുമ്പോഴത്തേന് അത് ഞങ്ങൾ തന്നെ ചെയ്ത് തരുകയും ചെയ്യും. അതിനൊരു ചെറിയൊരു എമൗണ്ട് ആകും, അതൊരു പ്രശ്നമല്ല. അതാണ് ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് കുറച്ചും കൂടെ കട്ടയ്ക്ക് ലാസ്റ്റിംഗ് കൂടുതലാണ്. ഇതുപോലൊരു ഹൈ ക്വാളിറ്റി ഒരു പെയിൻറ്റിങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പറയുന്ന ഏത് പാറ്റേണുകളും ചെയ്തു തരാൻ നമ്മൾ തയ്യാറാണ്. അപ്പം എന്താണ് നമുക്ക് ഈ വാദ്യത്തിന് ടോൺ ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. ഇതിപ്പം ശ്രുതി ഇപ്പോൾ ഒരു 5.25 5.5 ഞാൻ ചേർത്താണ്. പിന്നെ ചൂട് കാരണം ഞാൻ ഇറക്കി വെച്ചാണ്. ശരിക്കും 5നും 5.5 വായിക്കാൻ സാധിക്കും. ടോണൊന്ന് കേൾക്കാം കേട്ടോ. ലെഫ്റ്റ് ഇതുവരെ ഗം വെച്ചിട്ടില്ല. അത് പ്ലാച്ച് വെച്ച് നിറക്കിയിട്ട് ഗം വെച്ചാൽ കറക്റ്റ് ദംകാരത്തിൻ്റെ നാദം കിട്ടും. ഇതിപ്പോൾ ഒരു കാലം വിളി കൂടുതലുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ ഈ വിളി എന്ന് പറയുന്നത് എനിക്ക് വരുന്ന എൻ്റെ മിക്ക കസ്റ്റമേഴ്സും എന്നെക്കൊണ്ട് വാദ്യം ചെയ്യുന്ന എല്ലാവർക്കും താല്പര്യം എന്തുമാത്രം ടോണ് കിട്ടുമോ അത്രയും കിട്ടുമോ എന്നുള്ളത് അവരുടെ ചോദ്യം. ചേട്ടാ നല്ല ചാപ്പ് വേണം, നല്ല സസ്റ്റെയിൻ വേണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ എത്ര ചെയ്താലും അവർക്ക് താല്പര്യമാണ്. അതുകൊണ്ട് ഞാനത് മാക്സിമം എപ്പോഴും അത് ശ്രമിക്കുകയും ചെയ്യും. ഒരു സസ്റ്റെയിൻ കുറഞ്ഞിട്ടുള്ള നാദം എനിക്ക് വരുന്ന കസ്റ്റമേഴ്സിനില്ല. എനിക്ക് എന്നെക്കൊണ്ട് വർക്ക് ചെയ്യുന്ന മിക്ക ആൾക്കാരും നല്ല എന്നെക്കൊണ്ട് വർക്ക് ചെയ്യുന്ന തബലയാണെങ്കിൽ പോലും തബലയാണെന്നും മൃദംഗമാണ്, ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല, എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള എല്ലാവരും കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും താല്പര്യം ടോൺ എന്തുമാത്രം ഉണ്ടോ അത്രയും അവർക്ക് താല്പര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ടോൺ ക്വാളിറ്റി എൻ്റെ വാദ്യത്തിനുണ്ട് താനും. ഇതിപ്പം ഫ്രഷ് മൂട്ട് ഫസ്റ്റ് ചോറ് ഒരൊറ്റ സ്റ്റേജ് ഇപ്പം വായിക്കാത്തൊരു വാദ്യമാണത്. പക്ഷേ ഇതിന് ടോൺ പറഞ്ഞാൽ വായിച്ച് തെളിഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. 2 കച്ചേരിക്ക് വായിച്ചിട്ട് വരുന്ന ഒരു സസ്റ്റൈനാണ് ഇപ്പം നിൽക്കുന്നത്. ഇതൊരു ഒരാഴ്ച ശരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ 2-3 കച്ചേരിക്ക് വായിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ട് ഇരട്ടി ടോൺ ആയിരിക്കും ഈ വാദ്യത്തിൽ കിട്ടുന്നത്. കാരണം ഈ ലെതർ ഒന്ന് മയങ്ങും, പിന്നെ ചോറൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊക്കെ വാദ്യത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയമാണ്. അത് വായിക്കുന്നവർ ശരിക്കും വായിച്ചിപ്പം പാലിച്ചേട്ടൻ പിന്നെ ഇപ്പം യോസ്റ്റൊക്കെ പോയി വരുമ്പോഴത്തേക്കിന് എന്താണ് ഈ വാദ്യത്തിന് ടോൺ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം ഇതുപോലുള്ള നല്ല ഹൈ ക്വാളിറ്റി വാദ്യത്തിന് എന്നെ കോൺടാക്ട് ചെയ്യാം. തബലയാണെങ്കിലും മൃദംഗമാണെങ്കിലും ഡഗ്ഗയാണെങ്കിലും അതുപോലെ തന്നെ തിരികായ, ബാഗ്, ഹാമർ, അതുപോലെ മൃദംഗ ശ്രുതി കൂട്ടുന്ന ടൂൾസ് ഐറ്റംസുകൾ എന്താണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ശ്യാം മോഹൻ. എൻ്റെ സ്വന്തം സ്ഥലം കുമ്മിളിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയാറുണ്ട്, ശ്യാം നീ കുമ്മിളി എന്ന് പറയാറുണ്ട് എന്നോട്. പക്ഷേ എൻ്റെ വർക്ക് കാരണം ഞാൻ കോട്ടയത്ത് സെറ്റിലായതുകൊണ്ട് കോട്ടയത്ത് പറയാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഞാൻ കുമ്മിളി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാരും കുമ്മിളിക്ക് വേണ്ട സാഹചര്യം വരും. അപ്പോൾ കുമ്മിളി ഇടുക്കി ജില്ലയിലുള്ള സ്ഥലമാണ് തേക്കടി കുമ്മിളി. അവിടെയാണ് ഞാൻ പഠിച്ചത്, ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷേ ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് കോട്ടയത്ത് ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ കോട്ടയം എന്ന് പറഞ്ഞത്. എനിക്ക് വർക്ക് വരുന്നത് കോട്ടയത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എൻ്റെ ഫ്രണ്ട്സിനാർക്കും ഒരു ഫീൽ ചെയ്യാൻ പാടില്ല, ഞാൻ പ്രത്യേകം പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള ഹൈ ക്വാളിറ്റി വാദ്യത്തിന് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ 9747784977. ഓക്കെ, നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.